KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാരിഫ് ഹുസൈൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ പലവർക്കും അദ്ദേഹത്തെ വ്യക്തമായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരിക്കലും ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇവരുടെ സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലൊന്ന് കയറാം. വരുന്ന വഴിക്കാണ് എന്റെ വീട്, പാരന്റ്സ് ഉള്ള സ്ഥലം. അപ്പൊ അവിടെ എന്നെ കയറ്റാറില്ല, അത് വേറെ കാര്യം. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം, എന്താണെന്നൊന്ന് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ പോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ നമ്മള് അവിടെ എത്തിയിട്ട് ചായ കുടിക്കണോ അതോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെന്താ നമ്മൾ അങ്ങോട്ടല്ലേ പോകണം, നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാലോ. ഓക്കെ ഞാൻ പറഞ്ഞു അതില്ല, അവിടുന്ന് ചായ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഏതായാലും ഇത്രയും യാത്ര ചെയ്താണല്ലോ, ഒന്നെങ്കിൽ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് സമാധാനം പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അതെന്തായാലും കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് നമുക്ക് കുടിച്ച് ചെന്ന് നോക്കാം. അവിടെ ചായ കിട്ടിയാൽ പിന്നെ അത് അങ്ങനെ ആയല്ലോ, പിന്നെ അല്ലെങ്കിൽ 2 ചായ കുടിക്കേണ്ടി വരും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാ ശരി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്നതാണല്ലോ നമ്മുടെ വീട്ടുകാരെങ്ങനെയാണ് ഇത്തരം കാര്യം. അപ്പൊ അവിടെ അത് ചെന്ന സമയത്ത് എന്റെ ഉമ്മ അവിടെ ഉണ്ട്. അപ്പോ പറഞ്ഞ മാതിരി തന്നെ ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ചായ തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവൻ കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ നിങ്ങൾ വെക്കുന്ന ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ ചായ ഇടുന്നില്ല എന്ന് അവരുടെ അടുത്ത് നോക്കി പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോ അതായത് സ്വന്തം മാതാവ് പോലും ഇദ്ദേഹത്തിനെ അംഗീകരിക്കുന്നില്ല, സ്വന്തം വീട്ടുകാർ അംഗീകരിക്കുന്നില്ല. പിന്നെ ഇദ്ദേഹം 2-3 കല്യാണം കഴിച്ചു എന്നാണ് കേട്ടത്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ കേട്ടതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. ഇദ്ദേഹം പറയുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തൊരു വീഡിയോ, അതും കൂടി കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ ഉസാമ ബിൻ ലാദന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഉസാമ ബിൻ ലാദന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുന്ന ഏത് പള്ളി? ഇപ്പൊ പറയണ്ട, അത് നിങ്ങൾ എടുക്കും. താങ്കളോടൊപ്പം ഈ പറയുന്ന ഉസാമ ബിൻ ലാദന്റെ മയ്യിത്ത് നിസ്കാരം കൂടിയാൽ കുറച്ചധികം ആളുകൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് 10 ആള് വേണം. നിങ്ങൾ പറഞ്ഞ കഥ എടുക്കണമെങ്കിൽ ഞാൻ ഒരാൾ വെച്ച് എടുക്കണം. വേണ്ട, താങ്കൾ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാലും മതി. ഏത് പള്ളിയിൽ വെച്ചാണ്? എന്തൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ബിൻ ലാദനും വേണ്ടിയും അതുപോലെ തന്നെ അജ്മൽ കസബിനും വേണ്ടിയുമൊക്കെ നമസ്കരിച്ചിട്ടുണ്ട്. ആ നമസ്കരിച്ച പള്ളി ആരാണെന്ന് ഈ അവതാരകൻ തിരിച്ചു ചോദിക്കുമ്പോൾ ആ പള്ളി പറയാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അതിൽ കൂടി ലാഭം കൊയ്യുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ലക്ഷ്യം. ഇദ്ദേഹം ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇസ്ലാമിനെയും പ്രവാചകനെയും എത്രത്തോളം തേജാവധം ചെയ്യുക, എത്രത്തോളം മോശമായി അവതരിപ്പിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി. ഇദ്ദേഹം പറയുന്നത് തികച്ചും പച്ചക്കള്ളത്തരമാണ്, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇദ്ദേഹത്തിന്റെ മെയിൻ അടുത്ത സുഹൃത്ത് ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, അതായത് ഹാരിഫ് ഹുസൈൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഒരു പെയ്ഡ് പോലെയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഇസ്ലാമിനെയും പ്രവാചകനും ഖുറാനും ഒക്കെ വളരെ മോശമായ രീതിയിൽ. പക്ഷെ ഇദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇദ്ദേഹം പ്രവാചകനെയും അതുപോലെ തന്നെ ഖുർആനെയും മറ്റും ഒക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ വിമർശനങ്ങളിൽ ഏതെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഉള്ളത് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് തന്നെ അറിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ തെറ്റിദ്ധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇസ്ലാമിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല, അദ്ദേഹത്തിനെല്ലാം അറിയാം. പക്ഷെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിക്കുവാൻ വേണ്ടിയും 4 ആള് മുമ്പിൽ അറിയപ്പെടുവാൻ വേണ്ടിയിട്ടും ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രബോധനം ചെയ്യുന്നു. ഇദ്ദേഹം ഒരു മുസ്ലിം പേര് വെച്ചുകൊണ്ടാണ്, അതായത് ആരിഫ് ഹുസൈൻ എന്നുള്ള മുസ്ലിം പേര് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ട് മറ്റുള്ളൊരു പേര് സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് മറ്റുള്ളൊരു മതവിശ്വാസത്തിൽപ്പെടുന്നവരുടെ പേര് സ്വീകരിച്ച് പേര് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന റീച്ച് കിട്ടത്തില്ല. മറ്റുള്ളവർക്ക് ആവശ്യം മുസ്ലിം എന്നുള്ളൊരു പേര് മാത്രമാണ്. ഇപ്പൊ മുസ്ലിം പേര് വെച്ചിട്ട് മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ അത് മറ്റുള്ളവർ പെട്ടെന്ന് തന്നെ വിശ്വസിക്കൂ എന്നതാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു വാദഗതിയെയും ഇതര മതവിശ്വാസികളായ നല്ലവരായ ആൾക്കാരൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല എന്നതാണ്. കാരണം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്.
ഏത് രീതിയിലും ഇപ്പോ ഡോക്ടറാണ് ഇദ്ദേഹം, ഹോമിയോ പഠിച്ച ഒരു ഡോക്ടറാണ്, 5 വർഷം 6 വർഷത്തോളം പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി പഠിച്ച കാര്യത്തെ അദ്ദേഹം തീർത്തും തള്ളിപ്പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ ഇദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് എന്ന പദം എടുത്തു കളഞ്ഞു. ഇദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ സഹോദരിമാരെ കുറിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ ഭാര്യമാരെ കുറിച്ചിട്ടും ഒക്കെ കുറ്റപ്പെടുത്തുന്നത് ആണ് ഇദ്ദേഹത്തിന്റെ മൈൻഡ്. പക്ഷെ ഇദ്ദേഹം വളരെ പെർഫെക്റ്റ് ആണ്. ഞാനെല്ലാം തികഞ്ഞവൻ, ഞാനൊരു കുറവും കുറ്റങ്ങളും ഇല്ല, ഞാനെല്ലാം തികഞ്ഞവനാണെന്നുള്ള മൗഢ ധാരണമാണ് ഇദ്ദേഹത്തിന്. തീർത്തൊരു വിഡ്ഢിയാണ് ഇദ്ദേഹം. അജ്ഞത കൊണ്ട് ഇതായിട്ടുള്ള തീർത്തൊരു വിഡ്ഢിയാണെന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത്.